അപ്പൊ എല്ലാവർക്കും നമസ്കാരം. പാതഞ്ജല യോഗ സൂത്രത്തിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ എടുത്തത് 26ാമത്തെ സൂത്രമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് എടുത്തത്. അപ്പൊ അതില് ഈശ്വരന്റെ അല്ലെങ്കിൽ ഗുരുവിന്റെ പ്രഭാവത്തെ കുറിച്ചിട്ടും അതിന്റെ കുറെ താല്പര്യത്തെ കുറിച്ചാണ്. എന്താണ് ഗുരു അല്ലെങ്കിൽ എന്താണ് ഈശ്വരൻ, അതിന്റെ താല്പര്യം എന്തായിരുന്നു എന്നായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. ഇനി നമുക്ക് എടുക്കാനുള്ളത് 27ാമത്തെ സൂത്രമാണ്. അത് ആ സൂത്രം കൈകാര്യം ചെയ്യുന്നത് ഗുരുവിന്റെ അല്ലെങ്കിൽ ഈശ്വരന്റെ നാമത്തെ, പേരിനെ സംബന്ധിച്ചാണ്. അപ്പൊ അതിന്റെ വാചകം അല്ലെങ്കിൽ പേര് എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ നമുക്കത് ആ സൂത്രത്തിലേക്ക് പോകാം. 21ാമത്തെ പാദത്തില് 27ാമത്തെ സൂത്രം. തസ്യ വാചകഃ പ്രണവഃ. തസ്യ വാചകഃ പ്രണവഃ. ഈ പാതഞ്ജല യോഗസൂത്രത്തില് ഏറ്റവും ഒരു വിശുദ്ധമായ ഈ പാതഞ്ജല യോഗസൂത്രത്തില് ഏറ്റവും മഹത്തരമാർന്ന ഒരു സൂത്രമാണ് ഈ 27ാമത്തെ സൂത്രം. പൊതുവെ നമുക്ക് പാതഞ്ജല യോഗസൂത്രത്തെ വേണമെങ്കിൽ പ്രണവം എന്ന് വിളിക്കാം. അത്ര കണ്ട് മഹത്തരമാണ് ആ ശബ്ദത്തിന്. അപ്പൊ ഇവിടെ തസ്യ എന്ന് പറയുമ്പോ ആ ഈശ്വരന്റെ അല്ലെങ്കിൽ ആ ചൈതന്യത്തിന്റെ, ആ പ്രകാശത്തിന്റെ, ഈശ്വരന്റെ എന്താണോ നമ്മൾ ഇവിടെ സമർപ്പിതമായിരിക്കുന്നത് ആ ചൈതന്യത്തിന്റെ വാചകം. വാചകം എന്ന് പറഞ്ഞാൽ ശബ്ദം. വാചകം എന്ന് പറഞ്ഞ ശബ്ദമാണ്. അർത്ഥത്തെ ബോധിപ്പിക്കുന്നതാണ് വാചകം. ഇപ്പോ വക്തും യോഗ്യം വാച്യം എന്ന് പറയും. അപ്പൊ അത് ശബ്ദത്തിലൂടെ അർത്ഥത്തെ എന്തിയാണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ് വാച്യം എന്ന് പറയാ. ഉദാഹരണത്തിന് പുസ്തകം എന്ന് പറയുമ്പോൾ അതൊരു വാചകമാണ്, പുസ്തകം. അപ്പൊ അതിന്റെ പുസ്തകം എന്ന് പറഞ്ഞ ശബ്ദമാണ്. അതിന്റെ വാച്യം എന്ന് പറഞ്ഞാലോ ആ എന്താണോ അതിൽ ഉൾക്കൊണ്ടുള്ള പദാർത്ഥം, അതാണ് അതിന്റെ വാച്യം. അതിന്റെ ഉൾക്കൊണ്ടുള്ള പദാർത്ഥം അതില് സംജാതമായിട്ടുള്ളത്. അപ്പോ ഈശ്വരന്റെ വാചകം അല്ലെങ്കിൽ ചൈതന്യത്തിന്റെ വാചകം എന്നുള്ളത് പ്രണവം എന്നുള്ളതാണ്. പ്രണവം. അപ്പൊ എന്താണ് ഈ പ്രണവം? പ്രണവം എന്ന് പറഞ്ഞാല് പ്രകർഷേണ നൂയതേ നവീനതേ അനേന ഇതി പ്രണവം. പ്രണവം പ്രകർഷേണ നൂയതേ നവീനതേ പരമാത്മാനം അനേന ഇതി പ്രണവം. അതായത് നിരന്തരം വളരെ ഉത്കൃഷ്ടതയോട് കൂടിയിട്ട് എന്താണോ നൂയത സ്തുതിക്കപ്പെടുക. നൂയത എന്ന് പറഞ്ഞാല് സ്തുതിക്കപ്പെടുന്നത്, നവം എന്ന് പറഞ്ഞാൽ നവീകരിക്കപ്പെടുക. അതാണ്, അത് പരമാത്മാവിന്റെ താല്പര്യത്തെയാണ് അവിടെ പ്രണവമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചം മൊത്തം ഈ പ്രണവത്തിലാണെന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാല് നിരന്തരം നവീകരിക്കപ്പെടുകയാണ്, നിരന്തരം പുതുതായിക്കൊണ്ടിരിക്കുകയാണ്, നിരന്തരം സ്തുതിക്കപ്പെടുകയാണ്. ഇപ്പൊ നമുക്ക് ഓരോ, നമ്മളിവിടെ ഉണ്ട്, നാളെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളില്ലാതായി മാറും. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും മാറ്റമുണ്ട്. ഇപ്പൊ ഹിമാലയം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ചിലയിടത്ത് കാടുകൾ ഉണ്ടാവുന്നുണ്ട്, ചിലയിടത്ത് മരുഭൂമികളാവുന്നുണ്ട്, ചിലയിടത്ത് മലകള്, അങ്ങനെ അങ്ങനെ പ്രപഞ്ചം നിരന്തര മാറ്റത്തിന് വിധേയമായിരിക്കും. ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, തുടർച്ച ഉണ്ട്. ഈ തുടർച്ചക്ക്, ഈ പ്രണവം എന്ന് പറഞ്ഞാൽ ആ തുടർച്ചക്ക് ഒരു അവസാനമില്ല എന്നുള്ളത്. നിരന്തരം വളരെ ഉത്കൃഷ്ടതയോട് കൂടിയിട്ട് അതിങ്ങനെ നവീകരിക്കും, നിരന്തരം പുതുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നിരന്തരം പുതുതായിക്കൊണ്ടിരിക്കുമ്പോ അതിലുള്ള ആ തുടർച്ചക്ക് ഭംഗം വരുന്നില്ല എന്നുള്ളത്. ഇതാണ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടെ ഈ സാധനം.
കാരണം നമ്മൾ അവിടെ ചേഞ്ച് ആവുന്നുണ്ട്. നമ്മള് കുട്ടിയാവുന്നുണ്ട്, ബാല്യം, കൗമാര, യൗവനം, പിന്നെ നമ്മൾ ഈ ഇതൊക്കെ വിട്ടു പോകുന്നുണ്ടെങ്കിലും നമ്മളുടെ ഉള്ളിലെ തുടർച്ചയ്ക്ക് ഇവിടെ അവസാനമില്ല. ആ ചൈതന്യത്തിന് അവസാനമില്ല എന്നല്ല, ആ ചൈതന്യത്തിന്റെ ആനന്ദത്തിന് അവസാനമില്ല എന്നല്ല. എന്താണോ നമ്മൾ ഇവിടെ നിലനിൽക്കാൻ കാരണമായിട്ടുള്ളത്, ആ കാരണത്തിന് ഒരു തുടർച്ചയുണ്ട്. അത് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ തുടർച്ചയെ ഇവിടെ പറയുന്ന പേരാണ് പ്രണവം. അതാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ആ തുടർച്ചയെ പറയുന്ന പേരാണ്. അപ്പൊ തുടർച്ചയ്ക്ക് ഇവിടെ കൊടുക്കുന്ന താല്പര്യം എന്ന് പറഞ്ഞാൽ വളരെ മഹത്തരമാണെന്ന്. കാരണം എന്താണോ ഈ കാര്യമായിട്ടുള്ളത്, അതിന്റെ കാരണം എന്താണോ അതിൽ നിന്നും മാറി നിന്നിട്ടല്ല ഈ തുടർച്ച അവിടെ സംഭവിക്കുന്നത്. കാരണം നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ ആസ്വദിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവിടെയൊക്കെ തുടർച്ച ഉണ്ട്. അവിടെ കുറെ കാലം ഇപ്പൊ ഞാൻ ഹിമാലയത്തിലാവുമ്പോ എന്നോട് ഇങ്ങനെ ഇവിടുത്തെ ആളുകളൊക്കെ പറയും, ഇവിടെയൊക്കെ ആളുകൾ ഡെറാഡൂണിൽ നിന്നൊക്കെ ഉപ്പേറ്റിട്ടൊക്കെ നടന്നിട്ട് 2 ദിവസം പിടിച്ചിട്ടൊക്കെയാണ് അത്ര ഈ വില്ലേജിലൊക്കെ എത്തുക. അപ്പോ അത്രമാത്രം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഇത് കടന്നു വരുന്നതെങ്കിലും കൂടിയിട്ട് അതിന്റെ മാധുര്യം ജീവിതമാണെന്നുള്ളതാണ്, ജീവിക്കലാണെന്നുള്ളതാണ്. അപ്പോ നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇത് 80കളിലേക്കുള്ള കറണ്ട് ഒക്കെ തുടങ്ങിയത് എന്നുള്ളതാണ്, കറണ്ടൊക്കെ അവൈലബിൾ ആയത്. അപ്പോ ഞാൻ പറയണത് മൊത്തം പ്രപഞ്ചത്തിന്റെ ഓരോ മാറ്റത്തിലും ആ തുടർച്ചയ്ക്ക്, ആ ആനന്ദത്തിന് ഭംഗം വരുന്നില്ല. അപ്പൊ പ്രണവം എന്നുള്ളത് ശബ്ദം, പ്രണവം എന്നുള്ളത് ഇപ്പോ വാചകം, ആ ശബ്ദം, നാദബ്രഹ്മം എന്നൊക്കെ പറയുന്ന ഓങ്കാരം, അതാണല്ലോ നമ്മളെപ്പോഴും കഴിക്കും ഓങ്കാരം. അകാരം, ഉകാരം, മകാരം, ഈ ശബ്ദമാണ് ഓങ്കാരത്തിന് നിദാനമായിട്ടുള്ളത്, അതിന് ധ്വനിയായി വരുന്നത്. അപ്പൊ അത് ചലനാത്മകമാണെന്നുള്ള, ചലനാത്മകമാണ്, തുടർച്ചയുള്ളതാണ്. അത് ആ തുടർച്ച എല്ലാറ്റിലും ഉണ്ട് എന്നുള്ളതാണ്, എല്ലാറ്റിലും ഉണ്ട്. ഇപ്പൊ നമ്മള് ഇവിടെ വളരുന്ന ഒരു കെട്ടിടം ഇവിടെ പണിയെടുത്തു, ആ കെട്ടിടം കുറെ കഴിഞ്ഞ് നശിച്ചു പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിലും ശബ്ദമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഓരോ ജീവകോശങ്ങളിലും ശബ്ദമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഓരോ ജീവകോശങ്ങളിലും ശബ്ദമുണ്ട്. ആ ശബ്ദം അനേകം രൂപത്തില് പ്രകടിതമായി മാറുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഈ താല്പര്യത്തിലേക്ക് നമ്മൾ പോകേണ്ടത്. പ്രപഞ്ചത്തിന്റെ ആദ്യ ശബ്ദമായിട്ടാണ് പ്രണവത്തെ പറയുന്നത്. അതിന്റെ ധ്വനികളാണ് അകാരം, ഉകാരം, മകാരം. ഈ 2 സൂത്രങ്ങളിലൊക്കെ തന്നെ ഇതിനെ കുറിച്ചാണ് ചർച്ച. ഇപ്പൊ പ്രണവം ദൈവത്തിന്റെ, ഈശ്വരന്റെ പേരായുധന്റെ താല്പര്യം എന്തെന്ന് വെച്ചാൽ ആദ്യ ശബ്ദമാണ്. അധ എന്നുള്ള ശബ്ദവും ഓങ്കാരം എന്നുള്ള ശബ്ദമൊക്കെ ആദി ശബ്ദങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്താണ്. തുടക്കത്തില് അധ യോഗാനുശാസനം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ശബ്ദങ്ങളൊക്കെ താല്പര്യം. അതുപോലെ തന്നെ ഈ ശബ്ദങ്ങൾ തന്നെയാണ് നമ്മൾ വാക്കായിട്ട് പറയുന്നത്. വാക്കായിട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ശബ്ദങ്ങളാണ്. ഈ വാക്ക് എന്ന് പറയുന്നത് നമ്മളെ ചിന്തയാണ്. നമ്മളെ ചിന്ത എന്ന് പറയുന്നത്, ചിന്തയുടെ ഒരു കൂട്ടം ചിന്തയാണ് മനസ്സ്. അപ്പൊ മനസ്സെന്താണ്? യഥാർത്ഥത്തിൽ ഒരു ശബ്ദമാണ് മനസ്സ്, നാമമാണ്. ഇപ്പൊ നമ്മളുടെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ സ്മൃതികളിൽ നിന്നും നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അത് ശബ്ദമാണ്. നമ്മൾ ഓരോ ജീവകോശങ്ങളും ചലിക്കുന്ന ശബ്ദമാണ്. അപ്പൊ അത്രമാത്രം ആഴത്തിലുള്ള ഒരു താല്പര്യത്തിലേക്ക് ഈ പ്രണവം നമ്മളെ കൊണ്ടുപോവുകയാണ്. കാരണം പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങളിലും ഈ ശബ്ദത്തിന്റെ താല്പര്യമുണ്ടെന്നുള്ളതാണ്. അതിന്റെ കേന്ദ്രീകരിച്ചാണ്. ഇപ്പോ പാതഞ്ജലി യോഗസൂത്രം പറയുന്നത്, നമ്മളിപ്പോ പലതരത്തിലുള്ള ഊർജത്തെ കുറിച്ച് കൈകാര്യം ചെയ്യും. താപോർജം, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ ഊർജം, കാറ്റിന്റെ ഊർജം, ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യും. പാതഞ്ജലി യോഗസൂത്രം
പറഞ്ഞ് ശബ്ദോർജം, പ്ലേ ഓഫ് എനർജി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ശബ്ദോർജമാണ്, പ്രണവമാണ്. ചിലൊരു പ്രാണ ഉപാസകരുണ്ടാവും. ഈ പ്രാണനും പ്രാണ ഉപാസകരുണ്ട്. ഈ പ്രാണന്റെ ബേസും പ്രണവത്തിന്റെ ബേസും ഒന്നാണ്. ഇത് വേറിട്ടല്ല. പ്രണവത്തിന്റെയും പ്രാണന്റെയും സോഴ്സ് അതിനകക്കാം. അപ്പൊ ഏത് ഉപാസനയായാലും അത്യന്തികമായിട്ട് അവിടെ ഒരു ശബ്ദത്തിന്റെ, പാതഞ്ജലം പറയും പോലെ ഒരു ശബ്ദത്തിന്റെ താല്പര്യം അവിടെ ഉണ്ട്. ഒരു നാദബ്രഹ്മത്തിന്റെ, ഒരു നാദബ്രഹ്മം, നാദ എന്ന് പറഞ്ഞാൽ അസ്പഷ്ടമായതിന്റെ താല്പര്യം. അസ്പഷ്ടമായത് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ബാലൻസിൽ ഒരു ഇൻബാലൻസ് ഉണ്ട്. പ്രപഞ്ചം നിലനിൽക്കുന്നത് ബാലൻസിലാണ്. ആ പ്രപഞ്ചത്തിന്റെ ചലനാത്മകത ഇൻബാലൻസ് ആണ്. പ്രപഞ്ചം നിലനിൽക്കുന്നത് ബാലൻസിലാണ്, പ്രപഞ്ചത്തിന്റെ ചലനാത്മകത ഇൻബാലൻസിലാണ്. ആ ചലനാത്മകതയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബാലൻസ്ഡ് ആയിരിക്കണം. നമ്മൾ ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഓരോ തരത്തിലും ബാലൻസ്ഡ് ആവുകയാണ്. അപ്പോ ആ തരത്തില് ഈ ഒന്നിൽ നിന്നും അനേകതയിലേക്കും അനേകതയിൽ നിന്നും ഏകതയിലേക്കും വരിക എന്നുള്ളതാണ് ഈ പ്രണവം നമ്മളിലേക്ക് മനസ്സിലാക്കുന്നത്. ഏകതയിൽ നിന്നും അനേകതയിലേക്കും അനേകതയിൽ നിന്നും ഏകതയിലേക്കും ഈ ശബ്ദത്തിലൂടെ കൊണ്ടുവരിക. അതിന് ഓങ്കാരം, അതിന്റെ ആഴങ്ങളിലുള്ള ശബ്ദമാണ് ഓങ്കാരം. അതുകൊണ്ടാണ് വേദ ഉപനിഷത്തുകളിൽ എല്ലാത്തിലും ഈ ഓങ്കാര ശബ്ദത്തിന് ഇത്രമാത്രം ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ, നമ്മളെ ശരീരത്തിനെ, നമ്മളെ മനസ്സിനെ, നമ്മള് എല്ലാത്തിനെയും ഇവിടെ ക്രോഡീകരിച്ചിട്ട് അതിനെ തുര്യത്തിലേക്ക് കൊണ്ടുപോകും. അത് പറയിൽ നിന്ന് ഉയർന്ന് എന്താണ് പശ്യന്തി മധ്യമ വൈഖരിയിലേക്ക് എത്തും. പര എന്ന് പറഞ്ഞാൽ ആ ആത്മാവിന്റെ താല്പര്യമാണ്, പുരുഷന്റെ താല്പര്യമാണ്. ആ ജീവന്റെ ചൈതന്യത്തിന്റെ ബേസ്മെന്റ് അത് എവിടെയാണോ നിലനിൽക്കുന്നതിന്റെ താല്പര്യമാണ്. അത് പശ്യന്തിയിലേക്ക് എത്തുമ്പോ അതെന്തായി മാറണം? ഒരു കോസ്മിക്കൽ ഇന്റലക്ച്വൽ ആയി മാറുക, ഒരു യൂണിവേഴ്സൽ മൈൻഡായി മാറും. ആ യൂണിവേഴ്സൽ മൈൻഡിൽ നിന്നും അത് മധ്യമയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ചിത്തമാകുന്ന അന്ധകരണത്തിന്, ഇൻഡിവിജ്വൽ താല്പര്യത്തിൽ, മറ്റേത് സമഷ്ടിയുടെ താല്പര്യമാകുമ്പോൾ നമ്മൾ വിഷ്ടിയുടെ താല്പര്യത്തിലേക്ക് വരികയാണ്. ഈ വിഷ്ടിയുടെ താല്പര്യത്തിന്റെ ആശയങ്ങളിൽ നിന്നുമാണ് അത് ശബ്ദം വൈഖരിയായിട്ട് പുറത്തേക്ക് ഒഴുകുന്നത്. അപ്പോ തുടക്കത്തിൽ നിന്ന് ആത്മാവിന്റെ താല്പര്യം തന്നെയാണ് ഈ ഇൻബാലൻസ് ഉള്ള കാരണം. അതിന്റെ സ്വാതന്ത്ര്യമാണ്, ആത്മാവിന്റെ സ്വാതന്ത്ര്യമാണ് ഈ ഇൻബാലൻസ്. അതിന് ആനന്ദത്തെ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പൊ ആത്മാവിന്റെ സ്വാതന്ത്ര്യമാണ് ഓങ്കാരം, പ്രണവം. അതുകൊണ്ട് തന്നെ ആത്മാവിന്റെ ശബ്ദമാണ്, പുരുഷന്റെ ശബ്ദമാണ്, ചൈതന്യത്തിന്റെ ശബ്ദമാണ്. അപ്പോ വ്യാസഭാഷത്തിലേക്ക് നമുക്ക് പോയി നോക്കാം. വാജ്യ ഈശ്വര പ്രണവസ്യ, വാജ്യ ഈശ്വര പ്രണവസ്യ. പ്രണവത്തിന്റെ വാജ്യം എന്നാണ് അർത്ഥം, ഈശ്വരൻ എന്നാണ്. പ്രണവത്തിന്റെ അർത്ഥം ഈശ്വരൻ എന്നാണ്. കിം അസ്യ സഖേതകൃതം വാചകത്വം അത പ്രദീപ പ്രകാശവത് അവസ്ഥിതം ഇതി. അപ്പോ ഈ ഈശ്വരന്റെ നാമമാണ് പ്രണവം എന്ന് നമ്മൾ പറഞ്ഞു. വാചകത്തിന്റെ വാജ്യം ഈശ്വരനാണെന്ന് പറഞ്ഞു. അപ്പോ ഇത് കിം അസ്യ, ഇത് ആരുടെയെങ്കിലും സഖേതകൃതം, ഈ വാച്യവാചകത്വം, ഈ പ്രദീപ പ്രകാശമായി മാറുന്നത് ആരുടെയെങ്കിലും ഇച്ഛ കൊണ്ടാണോ, ആരുടെയെങ്കിലും താല്പര്യം കൊണ്ടാണോ, അതേ നേരത്തെ ഉള്ളതാണോ എന്നുള്ള ചോദ്യം. ആരെങ്കിലും എന്തെങ്കിലും വസ്തു ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിട്ടതാണോ, അത് ഇത് നേരത്തെ ഉള്ളതാണോ? ഇപ്പോ ലാൽ എന്നുള്ള വ്യക്തി, അല്ലെങ്കിൽ രാമൻ, കൃഷ്ണൻ, എന്തായിക്കോട്ടെ, ഇതൊക്കെ ആരെങ്കിലും ഇട്ട പേരായിരിക്കും. എന്റെ മാതാപിതാക്കളുടെ പേരാണ് ലാൽ. അപ്പൊ അത് കുറെ കഴിഞ്ഞാൽ മാറിപ്പോവും. അതിന് ഓണറൊക്കെ മാറിപ്പോവും. അപ്പോ എന്തെങ്കിലും പേര്
ഇട്ട് കഴിഞ്ഞാൽ അതെന്തല്ല, അത് താൽക്കാലികമായി നിലനിൽക്കുക. ഇപ്പോ ഞാനിവിടെ നമ്മള് ചാവൽ എന്ന് പറയും. അത് ചാവലിന്, ചോറിന് നമ്മൾ ചാവൽ എന്ന് പറയും. നമ്മുടെ നാട്ടില് ചോറെന്ന് പറയും. ബാത്ത് എന്ന് പറയും. കടുവാൽ ബാത്ത് എന്ന് പറയും. ഡിഫറെന്റ് ലാംഗ്വേജുകളാണ്. പക്ഷെ താല്പര്യം എന്തായിരിക്കും? ഒന്നായിരിക്കും. താല്പര്യം ഒന്നായിരിക്കും. അതിന്റെ ചിന്ത ഒന്നായിരിക്കും. ഭാഷകൾ വ്യത്യസ്തമായിരിക്കും. അപ്പോ ചില പദങ്ങള്, ചില വാച്യാർത്ഥങ്ങള് അതിന് ലക്ഷ്യാർത്ഥത്തെ ചൂണ്ടിക്കാണിച്ചു തരും. അപ്പോ അത് തമ്മിലൊരു ബന്ധം ഉണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇവിടെ പറയുന്നത് സ്ഥിത അസ്യ വാചസ്യ വാചകേന സഹ സംബന്ധ. അത് സ്ഥിതമാകുന്നത് ഈ വാച്യസ്യ വാചകേന, അതിന്റെ പ്രണവുമായിട്ട് അല്ലെങ്കിൽ ഓങ്കാരവുമായിട്ട് ബന്ധം നിത്യമാണെന്നാണ്. ഒരു നിത്യമായ ബന്ധമുണ്ട് എന്നാണ് ഈ പ്രണവത്തിനും ഈ ഈശ്വരൻ തമ്മിലുള്ള. നേരത്തെ നമ്മൾ ഭാഷയുടെ കാര്യം പറഞ്ഞു. ഒരു നേർത്ത താല്പര്യം അവിടെ ഉണ്ട്, ഒരു കണക്ഷൻ ഉണ്ട് അവിടെ. അത് നേരത്തെ ആ പദാർത്ഥത്തിലേക്ക് വരും, ആ വസ്തുതയിലേക്ക് വരുമ്പോൾ അതിന് താല്പര്യമുണ്ട്. സകേതക തു ഈശ്വരസ്യ സ്ഥിതമേവ അർത്ഥം അഭിനയതി. ഈ സകേതകം, ഈ ബന്ധം നേരത്തെ ഉള്ളതിന്റെ പ്രകാശമാണ്. അപ്പൊ നേരത്തെ ഉള്ളതാണിത്. ഈ ബന്ധം എന്താണ്? നേരത്തെ ഉള്ളതാണ് കേട്ടോ. യഥാ അവസ്ഥിത പിതാ പുത്രയോഹോ സംബന്ധ സഖേദേന അവധ്യേതേ. സഖേദേന അവധ്യേതേന. അതായത് പിതാവ് പുത്രനുമായുള്ള സംബന്ധം നേരത്തെ ഉള്ളതാണ്. എന്നാലും എന്താണ്? അയം അസ്യ പിതാ അയം അസ്യ പുത്ര ഇതി. എന്നാലും നമ്മൾ പറയും ഇത് എൻ്റെ പിതാവാണ്, ഇതെന്റെ പുത്രനാണ് എന്ന് നമ്മൾ പറയും. കാരണം അത് നേരത്തെ ഉള്ളതാണ്. അത് നമ്മൾ ഇനി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മളത് ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നത് പോലെയാണെന്ന് ഇവിടെ എക്സാമ്പിൾ കൊടുത്തില്ല കേട്ടോ. ഇതൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ആ തരത്തിലാണ് ഇതിനെ മനസ്സിലാക്കിയത്. ഇത് പിതാവാണ്, ഇത് പുത്രനാണ് എന്നുള്ള ബന്ധം പോലെ അങ്ങനെ ഇത് പറയുന്നത് കേട്ടോ. സർഗാന്തരേഷു അഭി വാചക ശക്തി അപേക്ഷ തഥാ ഏവം ക്രിയതി. അപ്പോ ഇത് പറയുന്നത് ഈ സർഗാന്തരീക്ഷ, ഈ സൃഷ്ടികളിലൊക്കെ, ഇനി വരുന്ന സൃഷ്ടികളിലും വന്നുപോയ സൃഷ്ടികളിലും ഇതുപോലെ വാചകമായ ബന്ധത്തെ ഉണ്ടാക്കും, തുടർന്നു പോരുന്നു. നാമം ഉണ്ടാകുന്നു, അതില്ലാതാകുന്നു. അത് ഞാൻ പറയാം. നാമം എന്നുള്ളത് നമ്മളൊരു പേര് പറയുകയാണെങ്കിൽ അത് നമ്മളെ തോട്ട് വേവ്സിലുണ്ട്, നമ്മുടെ മൈൻഡിലുണ്ട്. അതിങ്ങനെ രൂപപ്പെട്ട് എന്താണ് ഒരു രൂപം കൊള്ളുകയാണ്. അത് നമ്മളിങ്ങനെ പറയാലോ, ആകാശത്തിന്റെ ധർമ്മമാണ് ശബ്ദം. അപ്പൊ ഈ ആകാശത്തിൽ നിന്ന് എന്ത് സംഭവിക്കാൻ? ആകാശത്തിൽ നിന്ന് അത് ശബ്ദമായി മാറും. ഈ ശബ്ദത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വായുവിൽ നിന്ന് ഈ വായുവിന്റെ താല്പര്യം എന്താണ്? സ്പർശമാണ്. അപ്പോ ആകാശം ശബ്ദവും വായുവിന്റെ സ്പർശവും. അപ്പോ ആകാശത്തിൽ വായുവിലേക്ക് എത്തുമ്പോൾ ശബ്ദസ്പർശമായി മാറും. വായുവിൽ നിന്ന് അഗ്നിയിലേക്ക് എത്തുമ്പോൾ ശബ്ദസ്പർശ തേജസ്സായി മാറും. അഗ്നിയിൽ നിന്നും ജലത്തിലേക്ക് എത്തുമ്പോൾ ശബ്ദസ്പർശ രസമായി മാറുന്നു. ജലത്തിൽ നിന്നും ഭൂമിയിലേക്ക് എത്തുമ്പോൾ അത് ശബ്ദരസ ഗന്ധമായി മാറും. ഇങ്ങനെ പഞ്ചഭൂതങ്ങളിൽ നിന്നും പഞ്ചതന്മാത്രകളിലേക്ക്
വന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് രൂപമായി മാറും. സാഖ്യം. 24 പ്രിൻസിപ്പിൾസ്. ആ 24 പ്രിൻസിപ്പിൾ ടോട്ടാലിറ്റിയിൽ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇത് എല്ലാ സൃഷ്ടികളിലും എന്താണ് ഇവിടെ വന്നും പോയ ഇതുപോലെ വാചകമായ ബന്ധത്തെ ആ ശബ്ദത്തിൽ നിന്നും ഇതിന് താല്പര്യമായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എന്താണ് ഓം എന്നത് സിമ്പിൾ ഓഫ് ദ ആബ്സല്യൂട്ട്. സിമ്പിൾ ഓഫ് ദ ആബ്സല്യൂട്ട് ആണ് ആദ്യ ശബ്ദം, ഫസ്റ്റ് വൈബ്രേഷൻസ്. അപ്പൊ പിന്നെ നമ്മൾ മനസ്സിലാക്കി എല്ലാം ശബ്ദമാണ്, നമ്മളെ കോശങ്ങളിലും ശബ്ദമാണ്. ശബ്ദങ്ങൾ കൂടി ചേർന്നു അവ പദാർത്ഥമായി മാറുന്നു, അവ ലോകമായി മാറുന്നു. അങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ ഒരു മിസ്റ്ററി ഓഫ് ക്രിയേഷൻസ്, നിഗൂഢമായ രഹസ്യം, അത് ഓങ്കാരത്തില് അലിഞ്ഞു ചേരുക. അപ്പോ അഗ്നിയിൽ നിന്ന് തീപ്പൊരികൾ ഉണ്ടായി, അഗ്നിയിൽ നിന്ന് തീപ്പൊരികൾ ഉണ്ടായി ആയിരക്കണക്കിന് ഭാഗങ്ങളിലേക്ക് ചിഹ്നിത്തരും പോലെ ഈ ഈ പ്രണവമാകുന്ന ശബ്ദത്തിൽ നിന്നും അനേക തരത്തിൽ ഭാവങ്ങളിലേക്ക് അത് ഉണ്ടാവുകയാണ്. അങ്ങനെ നാമരൂപങ്ങളായിട്ട് ശരീര മനസ്സുകളായിട്ടൊക്കെ മാറുകയാണ്. ഓൺലി ദ ഓം സൗണ്ട് ഈസ് ക്രിയേറ്റഡ് എവറിത്തിങ് എന്നാണ് പാതഞ്ജല യോഗസൂത്രത്തിന്റെ ഒരു താല്പര്യം. ഇതിപ്പോ ഉപനിഷത്തില് പറയുന്നുണ്ട്. ഉപനിഷത്തില് പറയുന്നത് മുണ്ടകോപനിഷത്തിൽ പറയുന്നു. മുണ്ടകോപനിഷത്തിലല്ല, മാണ്ഡൂക്യം കാരിക ഈ ഇതിനെ സംസാരിക്കും, ഇതിനെ കൈകാര്യം ചെയ്യുന്നു മാണ്ഡൂകോപനിഷത്ത്. അതുപോലെ തന്നെ പ്രണവോപനിഷത്തുണ്ട്. പിന്നെ വിഷ്ണു സഹസ്രനാമം. ഇതൊക്കെ ഇതൊക്കെ ഓങ്കാരത്തെ കുറിച്ചാണ്. ഓ പ്രണവോ മുണ്ടകോപനിഷത്തിൽ പറയുന്നത് പ്രണവോ ധനുഹു ശരോഹി ആത്മാ ബ്രഹ്മതൽ ലക്ഷ്യം ഉച്ചതേ അപ്രമത്യേന വേദവ്യം ശരവത് തന്മയോ ഭവേത്. അതായത് പ്രണവോ ധനുഹു എന്ന് പറയാണ്. പ്രണവം ധനുസ്സാണെന്ന്. ധനുസ്സാണ്, വില്ലാണ് പ്രണവം. ശരം എന്താണ്? ആത്മാവാണ്. ശരോഹി ആത്മാവാണ് ശരം. ഉപനിഷത്തിൽ ബ്രഹ്മം എന്ന് പറയും, നമ്മൾ പുരുഷൻ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയും. ഇവിടെ ലക്ഷ്യം ഉച്ചതേ, ലക്ഷ്യമാക്കുന്നത് ബ്രഹ്മമാണെന്നാണ് മുണ്ടകോപനിഷത്ത് പറയുന്നത്. അപ്രമത്യേ വേദവ്യം. അത് എന്താ പറയാ, ഈ അപ്രമാദം എന്ന് പറഞ്ഞാല്, പ്രമാദം എന്ന് പറഞ്ഞാൽ ആലസ്യം എന്നാണ്. പ്രമാദമായിരിക്കുക, ആലസ്യമായിരിക്കുക, നിശ്ചേഷ്ടമായിരിക്കുക എന്നുള്ളതാണ്. അപ്പോ ചേഷ്ട എന്ന് പറഞ്ഞപ്പോഴാണ് ഈ സരസ്വതി ഉപനിഷത്തില് പ്രണവത്തെ പറയുന്ന ഒരു പോയിരുന്നു. സരസ്വതി ഉപനിഷത്തിലുണ്ട്. ഈ ചേഷ്ട എന്ന് പറഞ്ഞപ്പോഴാണ് ചോദയത്രി എന്ന് പറയും. ചോദയത്രി എന്ന് പറഞ്ഞാല് ചേഷ്ട പ്രദാനം ചെയ്യുന്നവണ്ണാണ്, പുഷ് ചെയ്യുന്നവണ്ണാണ് ചോദയത്രി. അത് ചില പുഷ് ചെയ്യുന്നതാണ് പ്രണവം, ചോദയത്രി. അതായത് നമ്മളെങ്ങനെ ഓരോ കാര്യത്തിനും പ്രേരിപ്പിക്കുന്നത് ഓങ്കാരമാണ്, ഈ നാദമാണ്. അപ്പോ അപ്രമാദം എന്ന് പറഞ്ഞാല് ആലസ്യമില്ലാത്ത, എപ്പോഴും എന്താ പറയാ, ഉന്മേഷമുള്ള, നിസ്സംഗതയില്ലാതെ, വേദവ്യം അതിനെ ഒഴിവാക്കി ഭേദിച്ച, വേദവ്യം എന്ന് പറഞ്ഞാൽ ഭേദിച്ച, അങ്ങനെ ഭേദിച്ച ആ ശരം തന്മയോ ഭവയുന്ന, ആത്മാവുമായിട്ട് തന്മയിക്കുന്നു, അല്ലെങ്കിൽ ആത്മാവുമായിട്ട് ഒന്നായിത്തീരുന്നു. അപ്പോ ഈ പ്രണവത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രണവം ചൊല്ലി നമ്മുടെ ആത്മാവിനെ ബ്രഹ്മവുമായിട്ട് അല്ലെങ്കിൽ ആത്മാവുമായിട്ട് പുരുഷനുമായിട്ട് നമ്മളെ ഈ ചൈതന്യവുമായിട്ട് ഒന്നിപ്പിക്കുകയാണ്, ലയിപ്പിക്കുകയാണ്. അവിടെ എന്താണ്? അവിടെ ആലസ്യം, നിസ്സംഗത, നിശ്ചേഷ്ടമായ ഭാവങ്ങളൊക്കെ ഇല്ലാതാവും. അത് മാത്രമായി തീരും.
അതാണ് അത്രമാത്രമുള്ള ഒരു ഓങ്കാരത്തിലേക്ക് എല്ലാ ഉപനിഷത്തുകളും വേദങ്ങളും മന്ത്രധ്വനികളായിട്ട് എപ്പോഴും വിശുദ്ധ മന്ത്രമായിട്ട് ആദ്യം ഉരുവിടുന്നത് നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും നമ്മളെ ശാസ്ത്രത്തെ ക്രമീകരിച്ചുകൊണ്ട് അത് നമ്മളിൽ നിന്ന് ഇപ്പൊ നമ്മൾ വേവ് സറണ്ടർ, നമ്മൾ ഓങ്കാരത്തിൽ സറണ്ടർ ചെയ്യാണ്. എന്തിനു വേണ്ടിട്ടു? ഒരു ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആത്മസമർപ്പണം ചെയ്യാണ് ഇന്നലെ. അപ്പോ ഈ ഓം എന്ന ശബ്ദത്തിന് സ്വയം ലയിക്കുവാനും ലയിപ്പിക്കുവാനും ഉള്ള താല്പര്യമുണ്ട് ഓങ്കാരത്തിൽ. പിന്നെ ഗീതയിലും ഇതിന്റെ ഒരു താല്പര്യം കേട്ടോ. ഗീതയില് അക്ഷര ബ്രഹ്മ യോഗത്തില് പറയുന്നുണ്ട്, 8ാമത്തെ ചാപ്റ്ററിൽ 13ാമത്തെ ശ്ലോകമായിട്ട് പറയുന്നു, ഓം ഇതി ഏകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാം അനുസ്മരൻ യഹ പ്രയാതി ത്വജൻ ദേഹം സ യാതി പരമാം ഗതി. ഓം ഇതി എന്ന് പറഞ്ഞാൽ ഓം എന്ന ശബ്ദം ഏകാക്ഷരം, ഈ ഏകമായ അക്ഷരം. കാരണം അസ്പഷ്ടയിൽ നിന്ന് സ്പഷ്ടമായിട്ട് മാറ്റിയാണ്. സ്പഷ്ടമാണ് അകാരം, ഉകാരം അസ്പഷ്ടമാണ്. അപ്പൊ ഈ അസ്പഷ്ടതയിൽ നിന്ന് ഓങ്കാരത്തിലേക്കുമ്പോ അതിനെ സ്പഷ്ടമാക്കുകയാണ്. അതാണ് ഈ ഗുരുവിന്റെ ദീക്ഷ വേണമെന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ ഓങ്കാരം ജപിക്കുമ്പോ ഗുരുവിന് ദീക്ഷ അത് സ്പഷ്ടമായിട്ട് ചെല്ലാൻ പറയണം. സ്പഷ്ടമായിട്ട് ചെല്ലാൻ പറയണം അത്രല്ല, അതിന്റെ എന്താണോ നമ്മളൊരു ചെല്ലുന്നത് അതിനൊരു താല്പര്യം വേണം. അതാണ് ഓരോരുത്തരും മന്ത്രദീക്ഷ കൊടുക്കുമ്പോൾ അത് ഇത്ര അളവിൽ ഇത്ര രീതിയിലൊക്കെ ചെല്ലാൻ പറയുന്നത് അതുകൊണ്ടാണ്. അത് നമ്മളിപ്പോ ഇങ്ങനെ ഇരുന്നിട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകളേറ്റ് ചെല്ലിട്ട് കാര്യമല്ലോ. അവിടെ അതിന്റെ അർത്ഥം കൊടുക്കണം. അതിന് കുറെ താല്പര്യങ്ങൾ നമ്മൾ മുന്നത് ചർച്ച ചെയ്താണ്. നമ്മൾ എങ്ങനെ ഇതിനെ പ്രകീർത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചർച്ച ചെയ്താൽ മുന്നത്തെ താല്പര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോ നമ്മളിവിടെ ഒരു ജപസാധനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ മന്ത്രസാധനം എടുക്കുമ്പോൾ അത് ഏത് തരത്തിൽ അതിന്റെ അർത്ഥത്തിലേക്ക്, അതിന്റെ ആശയങ്ങളിലേക്ക്, അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോയിട്ട് വേണം ആ ഓമിന്റെ കൂടെ ചെല്ലാൻ. ഓം നമോ ഭഗവതി വാസുദേവായ എന്ന് പറയുമ്പോൾ എവിടെയാണോ നമ്മൾ നമിക്കേണ്ടത്, സറണ്ടർ ചെയ്യേണ്ടത്, അത് വാസുദേവൻ എവിടെയാണ് വസിക്കുന്നത്, ആ വാസുദേവൻ എന്നിലെ ദിവ്യ ചൈതന്യമായിട്ട് എങ്ങനെ നിലനിൽക്കുന്നു, അതിന്റെ താല്പര്യങ്ങളിലേക്കൊക്കെ നമ്മൾ അതിന്റെ ആവിഷ്കാരങ്ങളിലേക്ക് നമ്മൾ. അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിൽ 1000 നാമങ്ങളായിട്ട് നിലനിൽക്കുന്നത്. വിഷ്ണു സഹസ്രനാമത്തിന്റെ 1000 നാമങ്ങൾ നമ്മളെ മനസ്സിൽ ഇങ്ങനെ കാണാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ അതിനെ ഓങ്കാരത്തിലൂടെ ചെല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ലയിക്കപ്പെടും. പിന്നെ അതിന്റെ ഒരു ആവിഷ്കാരമായി. ഈ 1000 നാമങ്ങള് 1000 സിദ്ധികളാണല്ലോ, 1000 പവർഫുൾ പോയിന്റുകളാണ്. അത് നമുക്ക് സാധ്യമായി തീരാണ്. അപ്പൊ ഇവിടെ ഗീതയിൽ പറയുന്നത് ഓം ഇതി ഏകാക്ഷരം ബ്രഹ്മ, അത് ഏകാക്ഷരമായ ബ്രഹ്മമാകുന്നു എന്നാണ്. വ്യാഹരൻ, വ്യാഹരം എന്ന് പറഞ്ഞാൽ വ്യവഹാരം എന്നൊക്കെ പറയുന്നത് ഇവിടെ ഉച്ചരിക്കപ്പെടുക എന്നുള്ളത്. കാരണം ഈ ശബ്ദത്തിന്റെ താല്പര്യം എങ്ങനെയാണ് ഉച്ചരിച്ചുകൊണ്ട്, അങ്ങനെ ഉച്ചരിച്ചുകൊണ്ട്, വ്യാഹരം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉച്ചരിച്ചുകൊണ്ട്, മാം എന്നെ, അവിടെ എന്നെ അനുസ്മരൻ സ്മരിച്ചുകൊണ്ട്, യഹ പ്രയാതി ആരാണോ, ത്വജൻ ദേഹം ദേഹത്തെ ത്വജിച്ചിട്ട് പോകുന്നത്, സയതി പരമാം ഗതി, അപ്പൊ അത് പരമമായ ഗതി പ്രാപിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ പരമമായ താല്പര്യത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. എങ്ങനെ? ഈ ഓങ്കാര ശബ്ദത്തെ ഉച്ചരിച്ചുകൊണ്ട് എന്നെ കണ്ടില്ല, ഇവിടെ പറയുന്നുണ്ട് മാം അനുസ്മരൻ, എന്നെ അനുസ്മരിച്ചുകൊണ്ട് എന്നുള്ളതാണ്. എന്നെ അനുസ്മരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാല് എന്റെ അർത്ഥങ്ങളിലേക്കും എന്റെ താല്പര്യങ്ങളിലേക്കും എന്റെ ചിന്തകളിലേക്കും നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. അങ്ങനെ അത് ആ തരത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ
നമ്മുടെ പരമാം ഗതി, ഏറ്റവും ഉയർന്ന പരമമായ ഗതിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഭഗവത്ഗീത. ഇത് ഗീതയിൽ പല സ്ഥലത്ത് ഓങ്കാരത്തെ വേറൊരു സ്ഥലത്തും കൂടി പറയുന്നുണ്ട് ഓങ്കാരത്തെ കുറിച്ചിട്ട്. ഈ 12, 13 നേരത്തെ പറഞ്ഞ പോലെ ഈ സരസ്വതി ഉപനിഷത്ത്, വിഷ്ണു സഹസ്രനാമം, മണ്ഡൂകക്കാരി ഒക്കെ നമുക്ക് ഈ ഓങ്കാരത്തിന്റെ താല്പര്യങ്ങളെ കേന്ദ്രീകരിച്ചാണ്. അപ്പൊ പാതഞ്ജലി യോഗസൂത്രം, ഇനിയിപ്പോ 2 സൂത്രങ്ങൾ ഇതന്നെ വരുന്നത്. 2 സൂത്രങ്ങളെ താല്പര്യങ്ങൾ ഇതന്നെ. അപ്പൊ അതിന്റെ ബെനിഫിറ്റ്സ്, ലിമിറ്റേഷൻ ഒക്കെ നമുക്ക് ഇനി അടുത്ത സൂത്രങ്ങളിൽ സംസാരിക്കാം. അപ്പോ ഇത് വലിയ ഇമ്പോർട്ടന്റ് ആയ സൂത്രമായിട്ടാണ് ഇതിവിടെ പ്രതിപാദിക്കുന്നത്. ഈ സൂത്രം ഇങ്ങനെ പ്രതിപാദിക്കുന്നു. അപ്പൊ എന്താ പറഞ്ഞ, ശബ്ദജാലകമാണ് ഈ പ്രപഞ്ചം. ശബ്ദജാലമാണ് ഈ പ്രപഞ്ചം. എല്ലാം ശബ്ദമാണ്. എല്ലാം ശബ്ദത്തിൽ നിന്നാണ് ഒരു ഉരവം കൊള്ളുന്നതെന്നാണ് പാതഞ്ജല യോഗസൂത്രം അഭിപ്രായപ്പെടുന്നത്. ഇനി നമ്മള് കുറച്ച് നിത്യചൈതന്യയുടെ പുസ്തകം ഒന്ന് ചർച്ച ചെയ്യാം. ഇവിടെ പേജ് നമ്പർ 71 പ്രണവം പുരുഷനായിരിക്കുകയും ആ പുരുഷന് പ്രകാശിക്കാൻ ഒരു മാധ്യമം ആവശ്യമായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ മാധ്യമം ശബ്ദമാണ്. അപ്പൊ ഇവിടെ പ്രണവത്തെ പുരുഷനായിട്ട്, നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഇൻബാലൻസ് ഇല്ല. ആ ബാലൻസിലേക്കുള്ള സാധനയാണ്. ആ ബാലൻസ് ആണ് നമ്മുടെ താല്പര്യം. അതിനാണ് ആത്മസാക്ഷാത്കാരം നിലനിൽക്കുന്നത്. അതുതാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്. അപ്പൊ പ്രണവം എന്നുള്ളത് പുരുഷനായിരിക്കും. ആ സ്റ്റേബിൾ ആയിരിക്കാണ്, പൊട്ടൻഷ്യൽ ആയിട്ട് ഇരിക്കുകയാണ്. ആ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പ്രകാശിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്. അതിന്റെ മാധ്യമം, ഇപ്പോ നമ്മള് മുണ്ടകോപനിഷത്തിൽ പറയുന്ന പോലെ അതിന്റെ മാധ്യമം കാരണം വില്ലായിട്ട് എടുക്കണം. അതിന്റെ വേദങ്ങളും ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ നിരന്തരം നമ്മളൊരു ജപസാധനമായി കൊണ്ടുവരുമ്പോൾ, നമ്മൾ മന്ത്രജപം നടത്തുമ്പോഴൊക്കെ അതിന്റെ ഒരു മാധ്യമമായി എടുക്കുകയാണ്. ആ വേദാന്തത്തിൽ ക്ഷരപുരുഷൻ, അക്ഷരപുരുഷൻ, പുരുഷോത്തമൻ എന്ന് ഈ 3 ഭാവങ്ങൾ പറഞ്ഞിട്ടുള്ളവയിൽ പുരുഷോത്തമന് ബ്രഹ്മത്തിന്റെ സ്ഥാനം നൽകിയിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി പുരുഷോത്തമൻ നൽകിയിട്ടുണ്ട്. അക്ഷരപുരുഷനെ ക്ഷേത്രത്തിനോടും സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൽപ്പനകളൊന്നും പാതഞ്ജലി പറയുന്ന ഈശ്വരനെ കൊണ്ടുവരാൻ പാടില്ല. വേദാന്തത്തെ ഇതുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവരാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഈ അറിവിനെ പ്രകാശിപ്പിക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. പ്രത്യോധാവായിട്ട് ഈശ്വരനെ ദ്യോതിപ്പിക്കുന്നതായിട്ട് അറിയിക്കുക, വെളിപ്പെടുത്തി തരിക. അതും ശബ്ദത്തിൽ കൂടി. ശബ്ദം എന്ന് പറയുമ്പോൾ കാതിൽ കൂട്ടി കേട്ട ശബ്ദം എന്ന് വിചാരിക്കേണ്ട. ശബ്ദം കാതുകൊണ്ട് കേട്ടാലും അന്ധകരണം അതിന് താല്പര്യം അനുസരിച്ച് ലോകാനുഭവം എന്ന് പറയുന്നത് ഒരു പുരുഷ പ്രകൃതി സംയോഗത്തിൽ സംഭവിക്കുന്നതിന്റെ രചനയാണ്. ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ വൈഖരിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ രചന സംഭവിക്കുന്നത് വർത്തമാനത്തിലാണ്. വർത്തമാനത്തിൽ 2 വ്യാപ്തങ്ങൾ, ഭൂതവും ഭാവിയും. വർത്തമാനമായി പരിണമിക്കുന്ന ഭൂതഭാവികളെ ഭരിക്കുന്നത് ശബ്ദ സംബന്ധമായ അർത്ഥസ്ഫോടനത്തിൽ ഗതിഗതിയാണ്. അതിനെ ഭാരതീയ 4ആയി പിരിച്ചു വച്ചിരിക്കുന്നു: പര, പശ്യന്തി, മധ്യമ, വൈഖരി. ഇങ്ങനെ ചിച്ചടങ്ങളെ ഇണക്കി പരിണാമരൂപമാക്കി വൈഖരി. ആ വൈഖരി ആകട്ടെ പ്രണവത്തിന്റെ ബാഹ്യലിംഗമാണ്. അതിൽ പിന്നിൽ ആശയത്തെ ഭാഷയാക്കി മാറ്റുന്ന മധ്യമ സ്വപ്ന സദൃശ്യമായിരിക്കുന്നു. അല്ലെ? ആ മധ്യമ സ്വപ്ന സദൃശ്യമായിരിക്കുന്നത് നമ്മുടെ ചിത്തത്തിലാണ്, നമ്മുടെ മനസ്സിലാണ്. അപ്പൊ ആശയമായി ഉൾക്കൊണ്ടിട്ടുള്ളത് നമ്മളെ മനസ്സിലാണ്. അപ്പോ അത് പറയിൽ നിന്നും എന്താണ്, പിന്നിൽ മാറ്റത്തിന്റെ കാരണബീജം
പശ്യന്തി ആയിരിക്കും ആ കാരണബീജം. ആ കോസ്മിക് മൈൻഡിൽ, പശ്യന്തിയിൽ അതിന്റെ കാരണബീജം ഇരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പരം മുതൽ പശ്യന്തി മധ്യമം കടന്ന് വൈഖരിയിൽ എത്തുന്നത് വരെയുള്ള അറിവിന്റെ ഗതിക്ക് നിർദ്ദേശമായിരിക്കുന്ന ശക്തിവിശേഷത്തെയാണ് പ്രണവസ്വരൂപമുള്ള ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ പ്രണവ സ്വരത്തെ പറയിൽ നിന്നും വൈഖരിയിലേക്ക് എത്തുന്നവരെ അതിന്റെ താല്പര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് താൽക്കാലികമായി കുറെ നമ്മൾ പറയുന്ന വാക്കുകളല്ല, അതിന്റെ ആഴങ്ങളിൽ അതിന് കുറെ താല്പര്യങ്ങളുണ്ട്, അതിന്റെ ധ്വനികളുണ്ട്. ആ ധ്വനികള് സ്പഷ്ടമാണ്. ആ ധ്വനിയുടെ തുടക്കത്തിൽ സ്പഷ്ടമാണ്, അല്ലെങ്കിൽ അത് ബാലൻസ്ഡ് ആണ്, പിന്നെ അത് ഇൻബാലൻസിലേക്ക് വരികയാണ്. വൈകിലെത്തുമ്പോൾ അതിന് ഇൻബാലൻസിന്റെ പ്രകടീതമായ മാനിഫെസ്റ്റേഷനാണ് നമ്മൾ കാണും. അതുകൊണ്ട് തന്നെ ഓരോ വാക്കുകളും ഓരോ പ്രാർത്ഥനകളായിട്ട് മാറ്റുക എന്നുള്ളത്, നമ്മൾ കൺവേ ചെയ്യുന്ന ഓരോ വാക്കുകളും ഓരോ പ്രാർത്ഥനകളാണ്. നമ്മൾ അവരനോട് കാണിക്കേണ്ട, അല്ലെങ്കിൽ എല്ലാ ഈ പ്രപഞ്ചത്തോട് കാണിക്കേണ്ട ഓരോ വാക്കുകളിലും അതിൻ്റെ താല്പര്യം ആ ഈശ്വരന്റെ ചൈതന്യത്താൽ, ആ പ്രപഞ്ചത്തിന്റെ ചൈതന്യത്താൽ നിലനിൽക്കുന്നതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇവിടെ കാണില്ലേ പൂവ് എന്നൊരു ശബ്ദം കേൾക്കുന്ന മാത്രയിൽ മനസ്സിന് പൂവ് എന്ന ശബ്ദാകാര വൃത്തി പ്രമേയമായി തീരുന്നു. അതിന് പശ്യന്തിലേക്ക് ഒരു പരിചിതമായ രൂപം കൊണ്ട് പ്രതിഭയെ ഉണ്ടാക്കി കൊടുക്കുന്ന മുല്ലപ്പൂവിന്റെ രീതിയിൽ അടുത്ത നിമിഷത്തിൽ അത് പ്രതിഭ താമരപ്പൂവിനെയും മുല്ലപ്പൂവ് എന്ന് താമരപ്പൂവിനെയും പരന്നിപ്പൂവിനെയും അങ്ങനെ എത്ര പൂക്കൾ കണ്ടിട്ടുണ്ടോ അവയൊക്കെ ഉൾക്കൊള്ളുന്ന